ഇ വികളുടെ ടയർ ലൈഫിനെ പറ്റി എന്താ പറയാനുള്ളത്? ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഓരോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്? പേഴ്സണലി ഇ വിസിൻ്റെ ടയർ ലൈഫ് കുറവാണെന്നുള്ള കുറേ വീഡിയോസ് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പേഴ്സണലി എൻ്റെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ എൻ്റെ ടാറ്റ ടിയാഗോ ഇ വിക്ക് അറൗണ്ട് 50,000 കിലോമീറ്റേഴ്സിലാണ് ടയർ ചേഞ്ച് ചെയ്തത്. ഓൾമോസ്റ്റ് ടിയാഗോയ്ക്കൊക്കെ ടയർ ചേഞ്ച് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അത് തന്നെ ആയിരിക്കും. IC കാറിനാണെങ്കിലും ഇ വിക്കാണെങ്കിലും 50,000 ആണ് കിട്ടിയത്. പിന്നെ കർവിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ കർവിൻ്റെ ടയർസ് ഇതുവരെ മാറാറായിട്ടില്ല. നമ്മളിപ്പോൾ അറൗണ്ട് 25,000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അതിലിപ്പോൾ ലാസ്റ്റ് 7,000 കിലോമീറ്റേഴ്സ് നേപ്പാളിലൂടെ റഫ് ടെറൈൻസിലൂടെയൊക്കെയാണ് ഓടിച്ചത്. ടയർ പൊട്ടുമെന്ന് വരെ ചിന്തിച്ച സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ടയറിൻ്റെ കണ്ടീഷൻ ഇറ്റ് ഈസ് റിയലി ഗുഡ്. ഇനിയൊരു 30,000 അല്ലെങ്കിൽ 40,000 കിലോമീറ്റേഴ്സ് ഓടാനുള്ള ടയർ ബാക്കി ഉള്ളത് പോലെയാണ് തോന്നുന്നത്. അറൗണ്ട് ഒരു 50,000-60,000 കിലോമീറ്റേഴ്സ് കർവിൽ കിട്ടുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് കാറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ടയർ ലൈഫ് എന്താണേലും കുറയും. BYD സീല് പോലുള്ള കാറുകൾക്ക് എനിക്ക് തോന്നുന്നു ഒരു 20,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 18,000 കിലോമീറ്റേഴ്സിൽ ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം അതൊരു 500 bhp ഒക്കെ ഉള്ള വണ്ടിയാണ്. പൊതുവേ EV ടയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളിംഗ് റെസിസ്റ്റൻസ് കുറവുള്ള ടയേഴ്സാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ EV വെഹിക്കിൾസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ടൈം റീജൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ബാറ്ററിയുടെ വെയിറ്റ് താഴേക്കുള്ളത് കൊണ്ടും ടയർ ലൈഫ് കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് കാണുന്നത്. എസ്പെഷ്യലി പെർഫോമൻസ് കാർസിലേക്ക് വരുമ്പോൾ അതെന്താണേലും കുറഞ്ഞ് കാണാം. പിന്നെ EV ടയേഴ്സിന് കുറച്ച് റേറ്റ് കൂടുതലുണ്ട്. ഒരു 20%, 10% സാധാ ടയേഴ്സിനെ വെച്ച് കൂടുതലാണുള്ളത്. പക്ഷേ പേഴ്സണലി നമ്മുടെ നോർമൽ കമ്മ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ഇപ്പോൾ കർവ് പോലത്തെ MG-ZS EV, പഞ്ച് EV, ടിയാഗോ EVക്കൊക്കെ അത്യാവശ്യം ടയർ ലൈഫ് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.